Everybody in this country knows that I fight the BJP. ഈ രാജ്യത്തുള്ള എല്ലാവർക്കും അറിയാം ഞാൻ ബിജെപിയോട് പോരാടിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത്. And the BJP also says that if there is one man who fights us, his name is Rahul Gandhi. അത് മാത്രമല്ല ബിജെപിക്കും അറിയാം, ബിജെപിയും പറയും ഞങ്ങൾക്കെതിരെ പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനുണ്ടെങ്കിൽ ആ മനുഷ്യൻ രാഹുൽ ഗാന്ധിയാണ്. Every morning I get up and I ask myself, okay, what is the best way to fight my ideological opponents? എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഞാൻ എന്നോട് സ്വയം ചോദിക്കും, ഈ രാജ്യത്തെ എന്റെ ആശയപരമായ എതിരാളികളായ ബിജെപി ആർഎസ്എസിനെ ഞാൻ ഇന്നെങ്ങനെയാണ് അവർക്കെതിരെ യുദ്ധം ചെയ്യാൻ പോകുന്നത്, അവരെങ്ങനെയാണ് എതിർക്കാൻ പോകുന്നത്. And at the same time, thousands of BJP leaders wake up, Narendra Modi wakes up and says, okay, how are we going to fight this fellow? അതുപോലെ തന്നെ ഞാൻ അവരെ എങ്ങനെ പ്രതിരോധിക്കണം, അവരെ എങ്ങനെ എതിർക്കണമെന്ന് ചിന്തിക്കുമ്പോൾ ആയിരക്കണക്കിന് ബിജെപിയുടെ പ്രവർത്തകരും നരേന്ദ്രമോദിയും എല്ലാ ദിവസവും എഴുന്നേൽക്കുമ്പോൾ അവരെന്താണ് ആലോചിക്കുന്നത്, ഞങ്ങൾ എങ്ങനെയാണ് ഈ മനുഷ്യനോട് And the fight is very clear. I told you in the beginning, they have one view of India, I have another view of India. ഈ പോരാട്ടം എന്ന് പറയുന്നത് വളരെ വ്യക്തമാണ്. നിങ്ങളോട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, അവർക്ക് ഇന്ത്യയെ കുറിച്ച് ഒരു കാഴ്ചപ്പാടുണ്ട്, ഞങ്ങൾക്ക് ഇന്ത്യയെ കുറിച്ച് വ്യത്യസ്തമായ മറ്റൊരു കാഴ്ചപ്പാടുണ്ട്. I believe in love and affection, they believe in hatred and anger. ഞാൻ വിശ്വസിക്കുന്നത് സ്നേഹത്തിലും വാത്സല്യത്തിലും ഇഷ്ടത്തിലും കരുതലുമാണ്, അവർ വിശ്വസിക്കുന്നത് വെറുപ്പിലും ദ്വേഷത്തിലും കോപത്തിലുമാണ്. Now, everybody also knows that when you fight the BJP, you have to pay a price. എല്ലാവർക്കും അറിയാം, ബിജെപിക്കെതിരെ സംസാരിച്ചാൽ, ബിജെപിക്കെതിരെ പ്രവർത്തിച്ചാൽ, അവരോട് യുദ്ധം ചെയ്താൽ നിങ്ങൾക്ക് ഒരു വില കൊടുക്കേണ്ടി വരുമെന്നുള്ളത് എല്ലാവർക്കും അറിയാം. You have seen that I pay that price every single day. നിങ്ങൾക്കറിയാം, ബിജെപിയെ എതിർക്കുന്നതിനുള്ള വില ഓരോ ദിവസവും ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. Their media attacks me 24 hours. അവരുടെ മാധ്യമങ്ങൾ, ബിജെപിയുടെ മാധ്യമങ്ങൾ എന്നെ 24 മണിക്കൂറും ആക്രമിച്ചുകൊണ്ടിരിക്കും. Across the internet, they attack me every single day. ഇന്റർനെറ്റിൽ മുഴുവൻ എല്ലാ ദിവസവും അവരെന്നെ ആക്രമിച്ചുകൊണ്ടിരിക്കും. I was interrogated by the ED for 55 hours, 12 hours a day, 5 days straight. നിങ്ങൾക്കറിയാമോ, 5 ദിവസങ്ങൾ തുടർച്ചയായി ഓരോ ദിവസവും 12 മണിക്കൂർ വീതം 55 മണിക്കൂറുകളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്നെ ചോദ്യം ചെയ്തത്. The BJP took away my Lok Sabha membership. ബിജെപി അത് മാത്രമല്ല എന്റെ ലോക്സഭ അംഗത്വവും കൂടി അവരെടുത്തുകൊണ്ടുപോയി. They threw me out of the Lok Sabha and the Supreme Court brought me back into the Lok Sabha. അവരെന്നെ ലോക്സഭയിൽ നിന്ന് പുറത്താക്കിയപ്പോൾ എന്നെ ലോക്സഭയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് ഇന്ത്യയിലെ സുപ്രീം കോടതിയാണ്. As an MP, I'm entitled a government house. ഒരു എംപി എന്ന നിലയിൽ, പാർലമെന്റിലെ പ്രതിനിധി എന്ന നിലയിൽ ഒരു ഗവൺമെന്റിന്റെ ഈ ഔദ്യോഗിക വസതിക്ക് എനിക്ക് അവകാശമുണ്ട്. They threw me out of my house. ആ ഔദ്യോഗിക വസതിയിൽ നിന്നാണ് അവരെന്നെ പുറത്താക്കിയത്. When I was giving them the key, I was thinking to myself, I don't want your house. അവർക്ക് ആ വീടിന്റെ താക്കോലുകൾ കൈമാറിയപ്പോൾ ഞാൻ സ്വയം ചിന്തിക്കുകയായിരുന്നു, എനിക്ക് നിങ്ങളുടെ ഈ ഔദ്യോഗിക വസതി വേണ്ട എന്ന് ഞാൻ സ്വയം ചിന്തിക്കുകയായിരുന്നു. I have millions of houses in India in the hearts of all our people. ഇന്ത്യയിലെ ജനങ്ങളിലെ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ മനസ്സിൽ എനിക്ക് ലക്ഷക്കണക്കിന് വീടുകളുണ്ടെന്ന് ഞാൻ I have thousands of houses in Kerala, thousands of houses in Tamil Nadu, thousands of houses in Himachal Pradesh, thousands of houses in Manipur. I have thousands of houses everywhere. എനിക്ക് ആയിരക്കണക്കിന് വീടുകൾ കേരളത്തിലുണ്ട്, ആയിരക്കണക്കിന് വീടുകൾ തമിഴ്നാട്ടിലുണ്ട്, ആയിരക്കണക്കിന് വീടുകൾ ഹിമാചൽ പ്രദേശിലുണ്ട്, ആയിരക്കണക്കിന് വീടുകൾ ആസാമിലുണ്ട്. But what I find interesting is that your chief minister is not being attacked in any way by the BJP. പക്ഷേ എനിക്ക് വലിയ അതിശയമായി തോന്നുന്നത് നിങ്ങളുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ബിജെപി ഒരു വിധത്തിൽ ആക്രമിക്കുന്നില്ല. Two chief ministers are sitting in jail, but your chief minister is free. ഇന്ത്യയിലെ 2 മുഖ്യമന്ത്രിമാർ ജയിലിൽ കിടക്കുകയാണ്, പക്ഷെ നിങ്ങളുടെ മുഖ്യമന്ത്രി വളരെ സ്വതന്ത്രനായിരിക്കുകയാണ്. Nobody has taken away his house. അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിൽ നിന്ന് അദ്ദേഹത്തെ ആരും പുറത്താക്കുന്നില്ല. Nobody has taken away his membership to the Vidhan Sabha. അദ്ദേഹത്തിന്റെ നിയമസഭാ അംഗത്വം ആരും റദ്ദാക്കുന്നില്ല. He has not been called for interrogation for even 1 minute. ഒരു മിനിറ്റ് പോലും ചോദ്യം ചെയ്യാൻ അദ്ദേഹത്തെ ഇതുവരെ വിളിച്ചിട്ടില്ല. So it's a
a bit surprising. അത് ഭയങ്കര, എനിക്കത് വളരെയധികം അതിശയിപ്പിക്കുന്നതാണ്. That if he is fighting the BJP, why are they so pleased with him? അദ്ദേഹം ശരിക്കും ബിജെപിക്കെതിരെ പോരാടുകയാണെങ്കിൽ അവർക്ക് എന്താണ് അദ്ദേഹത്തോട് ഇത്ര Why സന്തോഷം? are they not attacking him? എന്തുകൊണ്ടാണ് അവർ അദ്ദേഹത്തെ ആക്രമിക്കാത്തത്? And then the other interesting thing, മറ്റ് കൗതുകമുള്ള ഒരു വസ്തുത എന്ന് പറയുന്നത്, I come to Kerala and I attack the BJP. I come in every state, I attack the BJP. ഞാൻ കേരളത്തിൽ വന്ന് ബിജെപി ആക്രമിക്കുന്നു, ഞാൻ ഏത് സംസ്ഥാനത്ത് പോയാലും ഞാൻ ബിജെപി ആക്രമിക്കുന്നു. 24 hours I spend attacking the BJP. 24 മണിക്കൂറും ഞാൻ ബിജെപി ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. And 24 hours your chief minister spends attacking me. പക്ഷേ 24 മണിക്കൂർ നിങ്ങളുടെ മുഖ്യമന്ത്രി എന്നെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെനിക്ക് വളരെ കൗതുകകരമായി തോന്നുന്നു. He does not say one word against the BJP. അദ്ദേഹം ബിജെപിക്കെതിരെ ഒരു വാക്കുപോലും പറയുന്നില്ല. So I just wanted to leave that with you to think about. നിങ്ങൾ ഈ കാര്യം നിങ്ങൾ ചിന്തിക്കണം എന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ട് ചിന്തിക്കാൻ നിങ്ങൾക്ക് ഞാൻ